ഹായ് ഫോക്സ്. സോ ഇന്ന് 18th December 2025 നമുക്കപ്പോൾ ഇന്ന് CPI ഡേയിൽ എടുത്തൊരു ട്രേഡിനെ പറ്റി നോക്കാം. സോ നമ്മൾ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ സൈക്കിളിൽ പഠിച്ച കണക്ക് മൺഡേ അക്യുമുലേഷൻ, ട്യൂസ്ഡേ ലോ ഓഫ് ദ വീക്ക് ഫോം ചെയ്തില്ല, വെനസ്ഡേ ലോ ഓഫ് ദ വീക്ക് ഫോം ചെയ്തു. ആൻഡ് തേഴ്സ്ഡേസ് ആർ നോൺ ഫോർ റിവേഴ്സൽസ്. തേഴ്സ്ഡേയിലാണ് മിക്ക റിവേഴ്സൽസ് നടക്കാറ്. സോ തേഴ്സ്ഡേയിൽ നമുക്ക് റിവേഴ്സൽസിന്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യമാണ് CPI. CPI എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇൻഫ്ലേഷൻ റേറ്റ് ആണ്. ഇൻഫ്ലേഷന്റെ വാല്യൂസ്, ഇൻഫ്ലേഷൻ കൂടിയോ കുറഞ്ഞോ എന്നുള്ളൊരു ഡാറ്റയാണ് CPI എന്ന് പറയുന്നത്. സോ ഇന്ന് CPIയുടെ ഡേ ആണ്. CPI എന്ന് പറയുന്നത് ഹൈലി വോളറ്റൈൽ ന്യൂസ് ആണ്. CPI പോലത്തെ വേറെ എക്സാമ്പിൾസ് ആണ് നമുക്ക് NFP ഉണ്ട്, അതേപോലെ തന്നെ PMI ഉണ്ട്, അതേപോലെ പിന്നെ ന്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കുള്ളത് ഒരു ഇതാണ് FOMC. FOMC ഒരു മീറ്റിംഗ് ആണ്. ഫെഡറൽ റിസർവിന്റെ ഹെഡ് ആയിട്ടുള്ള ജെറോം പോവലിന്റെ ബേസ്ഡുള്ള മീറ്റിംഗ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിന്റെ ഒരു സഡൻ മാനിപ്പുലേറ്റീവ് മൂവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ന്യൂസ് എങ്ങനെ മാനിപ്പുലേഷൻ, നോർമലി ലണ്ടൻ സെഷൻ ആണ് മാനിപ്പുലേഷൻ, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് മേക്കർ സൈക്കിളിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് മാനിപ്പുലേഷൻ എന്ന് പറയാറുണ്ട്. പക്ഷെ ന്യൂസ് എങ്ങനെയാണ് ഒരു മാനിപ്പുലേഷൻ ഉണ്ടാക്കുന്നത്? മാനിപ്പുലേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ റിയൽ മീനിങ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റ്സിലെ മാനിപ്പുലേഷൻ. ആൾക്കാരെ ഒരു ഫേക്ക് മൂവ് കാണിച്ച് അതില് ട്രാപ്പ് ചെയ്യുക, അവരെ ലിക്വിഡേറ്റ് ചെയ്യുക, അതാണ് ആക്ച്വലി ന്യൂസിന്റെ റിയൽ എയിം എന്ന് പറയുന്നത്. സോ ഫ്രൈഡേ തൊട്ട് മാർക്കറ്റ് ഫോൾ ആവുകയാണ്. അപ്പം ഫ്രൈഡേ തൊട്ട് ഒരു ഫോളിംഗ് മാർക്കറ്റിൽ ഒരു റീറ്റെയിൽ ട്രേഡർ നോക്കുക എന്താണെന്ന് വെച്ചാൽ, ഒരു ഫോളിംഗ് മാർക്കറ്റ് ആണ്, ഓക്കെ ഈ മാർക്കറ്റ് ഇനിയും ഫോൾ ആയി പുതിയ പുതിയ ലോസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അവരിപ്പോ നോക്കാൻ പോകുന്നത് ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിലാണ് അവർ നോക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ആസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബേസിലും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന്റെ ബേസിലുമാണ്. സോ നിങ്ങൾക്ക് അറിയാം, ട്യൂസ്ഡേ ആണ് വീക്കിന്റെ ലോ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ വെനസ്ഡേ ആണ് വീക്കിന്റെ ലോ ഫോം ചെയ്യുന്നത്, ആൻഡ് തേഴ്സ്ഡേസ് ആർ നോൺ ഫോർ റിവേഴ്സൽസ്. സോ അതേപോലെ തന്നെ തേഴ്സ്ഡേസ് ആർ നോൺ ഫോർ റിവേഴ്സൽ നമുക്കറിയാം. അപ്പൊ നമ്മൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഏഷ്യൻ സെഷന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ, നമുക്ക് ഇപ്പുറത്തെ ചാർട്ടിലേക്ക് വരാം. ഏഷ്യൻ സെഷന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് ഏഷ്യൻ സെഷൻ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മളെ ഒരു നോർമൽ ഡേ ആണെങ്കിൽ നമുക്ക് തൊട്ട് താഴെ രണ്ട് ലിക്വിഡിറ്റി പോയിന്റ് ഉണ്ട്. ഒന്ന് 25th November ലിക്വിഡിറ്റിയും, അതേപോലെ തന്നെ നമുക്ക് ഏഷ്യൻ സെഷന്റെ ലോ ഉണ്ട്. അപ്പൊ നോർമൽ ഡേ ആണെങ്കിൽ ഏഷ്യൻ കൺസോൾഡേറ്റ് ചെയ്യും, ലണ്ടൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. നമുക്ക് ഇങ്ങനത്തെ ഒരു ഡേ ആയിരിക്കും നമുക്കൊരു നോർമൽ ഡേയിൽ കിട്ടാറ്. പക്ഷെ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് അങ്ങനത്തെ ഒരു ഡേ അല്ല കിട്ടിയിരിക്കുന്നത്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ന്യൂസിന്റെ വാല്യൂ, ഇത് ഇങ്ങനത്തെ ഒരു ഫോളോയിങ് മാർക്കറ്റ് അല്ലായിരുന്നെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ന്യൂസിന്റെ വാല്യൂ 8:30 ന്യൂസ് വരുമ്പോൾ ഇങ്ങനെയായിരുന്നു ഞാൻ ന്യൂസ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. ആൻഡ് എന്റെ ആക്ച്വൽ ട്രേഡ് ഞാൻ ന്യൂസിന്റെ അവിടെ നിന്നാണ് ഇങ്ങനെയായിരുന്നു എന്റെ ട്രേഡ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇത് വീക്കിന്റെ എൻഡ് ആയതുകൊണ്ടും ഇതൊരു ഫോളോയിങ് മാർക്കറ്റ് ആയതുകൊണ്ടും നമ്മുടെ ന്യൂസ് ലണ്ടൻ ഹയർ പ്രൈസിലോട്ട് പോയി. ലണ്ടന്റെ മാനിപ്പുലേഷൻ താഴോട്ടും അല്ലായിരുന്നു, ലണ്ടൻ പ്രദേശ് ലിക്വിഡിറ്റീസ് എടുത്തതും ഇല്ലായിരുന്നു. ആൻഡ് നമ്മുടെ ഈ ഒരു ഗ്യാപ്പ് സ്റ്റിൽ ഓപ്പൺ ആയിരിക്കുന്നത് കൊണ്ടും നാസ്ഡാക്ക് ഹയർ പ്രൈസസിലേക്കാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നിങ്ങളുടെ ബയാസ് ഫോം ചെയ്യേണ്ടത്. സോ നമുക്ക് ഒരു ഒറ്റ സെറ്റ് ഓഫ് റൂൾസോ ഡയഗ്രാംസോ പിക്ചേഴ്സോ വെച്ച് നമുക്ക് മാർക്കറ്റിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മളെ ഒരു ലോജിക്കിന്റെ ബേസിലും ആ ഒരു പ്രീവിയസ് മാർക്കറ്റ് സൈക്കിൾസ് എങ്ങനെ വർക്കായി എന്നുള്ളതിന്റെ ബേസിസിലും മാത്രമേ നമുക്ക് മാർക്കറ്റ് റീഡ് ചെയ്യാൻ പറ്റൂ. സോ ആസ് സെഡ്, ഏഷ്യ നമുക്ക് അക്യുമുലേഷൻ തന്നു, ലണ്ടൻ മാനിപ്പുലേഷൻ തന്നു. ഈ ഒരു കാര്യം നോട്ട് ചെയ്യുക. സോ ന്യൂസ് ആണ് നമ്മുടെ റിയൽ മാനിപ്പുലേഷൻ. എസ്പെഷ്യലി എങ്ങനത്തെ ന്യൂസ് ആണ്? നമ്മുടെ CPI, NFP, PMI, FOMC പോലത്തെ ന്യൂസസ് ആണ് റിയൽ മാനിപ്പുലേഷൻസ്. സോ ലണ്ടന്റെ മാനിപ്പുലേഷൻ നമ്മൾ ഇന്ന് കൺസിഡർ ചെയ്യുന്നില്ല. അതെങ്ങനെ മനസ്സിലാവും ലണ്ടന്റെ മാനിപ്പുലേഷൻ കൺസിഡർ ചെയ്യുന്നില്ല എന്ന്? കാരണം നമുക്ക് 8:30 PMI CPI ന്യൂസ് ഉണ്ട്. സോ CPI താഴോട്ടാ വന്നിരുന്നെങ്കിൽ ലണ്ടൻ ഒരു റിയൽ മാനിപ്പുലേഷൻ ആയിരുന്നു. പക്ഷെ CPI തുടങ്ങിയതും CPI മുകളിലോട്ടാണ് പോയത്. അപ്പൊ നമ്മുടെ മാർക്കറ്റ് പെട്ടെന്നൊരു ഹയർ ഒബ്ജക്റ്റീവ് ആണ് എയിം ചെയ്യുന്നത്, ലോവർ ഒബ്ജക്റ്റീവ് അല്ല എയിം ചെയ്യുന്നത്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഓക്കെ ഫൈൻ, CPI ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് വന്നിരിക്കുന്നത്. സോ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് ഒരു റിവേഴ്സൽ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനല്ല.
CPI ഹയർ വന്നു, ലൈക്ക് എല്ലാ പ്രാവശ്യവും CPI ഹയർ വന്നതുകൊണ്ട് കണ്ടിന്യൂവേഷൻ ആണ്, അങ്ങനല്ല ആക്ച്വലി. ഇത് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ഇതൊരു കണ്ടിന്യൂവേഷൻ മോഡലാണ്, ഇത് റിവേഴ്സൽ മോഡൽ അല്ല. ഈ ഒരു കണ്ടിന്യൂവേഷൻ മോഡലിന്റെ മാർക്കറ്റ് മേക്കർ മോഡൽ എന്ന് വെച്ചാൽ ഒരു വീക്കിന്റെ മാർക്കറ്റ് മേക്കർ മോഡലാണ് ഈ ഒരു മോഡലിന്റെ കണ്ടിന്യൂവേഷൻ മോഡലിന്റെ കാരണം. സോ നമുക്ക് ഏഷ്യ അക്യുമുലേഷൻ തന്നു, ലണ്ടനിൽ മാനിപ്പുലേഷൻ നമുക്ക് കിട്ടിയില്ല. ലണ്ടന്റെ മാനിപ്പുലേഷൻ അല്ലാതെ കൺഫേം ചെയ്യാൻ കാരണം എന്താണ്, നമ്മുടെ CPI ന്യൂസ് മുകളിലോട്ടാണ് പോയിരുന്നത്. കാരണം CPI താഴോട്ടായിരുന്നെങ്കിൽ ലണ്ടനിൽ നല്ല മാനിപ്പുലേഷൻ ആയിരുന്നു. CPI ന്യൂസിന്റെ മാനിപ്പുലേഷൻ ചെയ്തു, നമുക്കൊരു അടിപൊളി ട്രേഡ് ന്യൂയോർക്കിൽ കിട്ടിയേനെ. സോ നമുക്കൊരു ഹൈ റിസ്ക് ട്രേഡ് നമുക്ക് നമ്മുടെ സീസണൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന, നമ്മുടെ ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് അഡ്വാൻസ്ഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നവർക്കുള്ള ഒരു ഹൈ റിസ്കിലുള്ള ഒരു ട്രേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇതാണ് ആ ഒരു ഹൈ റിസ്ക് ട്രേഡ് എന്ന് പറയുന്നത്. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോവാം. സോ ഈ ട്രേഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ 9:30 മുമ്പ്, മാർക്കറ്റ് ഓപ്പണിന് മുമ്പ് എടുത്തൊരു ട്രേഡാണ്. നമ്മളിപ്പം പ്രീവിയസ് സെഷൻസ് നമ്മൾ കഴിഞ്ഞ ഡാറ്റയിൽ കണ്ടിരുന്നു, കഴിഞ്ഞ പാർട്ടിൽ കണ്ടിരുന്നു. സോ 8:30 കറക്റ്റ് ന്യൂസ് അടിച്ചു, പുൾ ബാക്ക് വന്നു, നമുക്ക് റിവേഴ്സലോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. നമ്മളുടെ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ഓൾമോസ്റ്റ് 90% മുകളിൽ പോയിരുന്നു. സോ നമ്മുടെ ആ ഒരു റൂൾ ഉണ്ടല്ലോ, സോ ഈ ഒരു റൂള് എക്സാക്ട്ലി CPI ക്യാൻഡിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നു. കാരണം വിക്സ് ഡാമേജ് ചെയ്തു, ബോഡി അതിന്റെ സ്റ്റോറിയും പറഞ്ഞു, ബോഡി 50 to 75% മേളിലാണ് ക്ലോസ് ആയതും ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് കവർ ചെയ്യാനായിരുന്നു ആ ഒരു ബോഡിയുടെ എയിം. സോ നമ്മൾ അവിടെ നിന്ന് ഒരു കണ്ടിന്യൂവേഷൻ ആണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. സോ പ്രൈസ് പുൾ ബാക്ക് ആയി, നമ്മുടെ ഗ്യാപ്പിലേക്ക് പുൾ ബാക്ക് ആയി. നമുക്ക് ഇവിടെ നിന്നായിരുന്നു എൻട്രി വേണ്ടത്, പക്ഷെ ഞാൻ എൻട്രി ചെയ്തത് കുറച്ചുകൂടെ മേളിൽ നിന്നാണ്, ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് എൻട്രി ചെയ്തത്. സോ ആ ഒരു എൻട്രി നമ്മുടെ 30 പിപ്പ് സ്റ്റോപ്പ് ലോസ്. കാരണം ഈ ഒരു പോയിന്റിൽ നിന്ന് ലൈക്ക് ബ്രേക്ക് ചെയ്ത് താഴെ പോകുവാണെങ്കിൽ ലൈക്ക് തിരിച്ച് നമ്മുടെ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നാൽ നമ്മളെ 1 അവറിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏതാണ്ട് ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ ആ തിരിച്ച് ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് റീടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം CPI ഇത്രയും അടിച്ച് പൊക്കിയത് തന്നെ നമുക്ക് ആ ഒരു ലൈക്ക് പെട്ടെന്ന് പ്രൈസ് ഒരു ഒബ്ജക്റ്റീവിൽ എത്താനാണ്. എന്താണ് ഒബ്ജക്റ്റീവ്? ഒരുപാട് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാനാണ്, അതാണ് ഒബ്ജക്റ്റീവ്. നമ്മുടെ ന്യൂസിലും പല മീഡിയാസിലും പല സ്റ്റോറീസ് ആയിരിക്കും പറയുന്നത്, പക്ഷെ സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നവരെ മാർക്കറ്റിൽ നിന്ന് ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ന്യൂസ് ലൈക്ക് ആ ഒരു ഫാസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു പോയത്. സോ എന്റെ ടേക്ക് പ്രോഫിറ്റ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ 1 അവറിന്റെ വേറൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കാണ്. സോ നമ്മുടെ സെക്കൻഡ് റൂൾ എന്ന് വെച്ചാൽ, നമുക്ക് 2 FVGs നമ്മുടെ മുമ്പിൽ പ്രസന്റബിൾ ആണെങ്കിൽ എയിം ഫോർ ദ സെക്കൻഡ് വൺ. അവിടെയും കണ്ടീഷൻ ഉണ്ട്, ബേസ്ഡ് ഓൺ മാർക്കറ്റ് സ്പീഡ്. മാർക്കറ്റിന്റെ സ്പീഡും വോളിയത്തിന്റെയും ബേസിൽ നമുക്ക് സെക്കൻഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എയിം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ എന്റെ എൻട്രി ഇതായിരുന്നു. ഇതൊരു സീസണൽ ട്രേഡേഴ്സിനുള്ള ട്രേഡാണ്, ഇതിന്റെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എൻട്രി ചെയ്തു, മാർക്കറ്റിൽ ലത്താർജിക് ആയിട്ട് എന്റെ ടേക്ക് പ്രോഫിറ്റ് അടിച്ചു. അതായിരുന്നു ഇന്നത്തെ ഫസ്റ്റ് ട്രേഡ്. സെക്കൻഡ് ട്രേഡും തേർഡ് ട്രേഡും കുറച്ചുകൂടി ഈസിയാണ്, ബിഗിനേഴ്സിന് പറ്റുന്ന രീതിയിലുള്ള ട്രേഡ്സ് ആണ് സെക്കൻഡ് ട്രേഡും തേർഡ് ട്രേഡും. സോ സെക്കൻഡ് ട്രേഡിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഫൈനൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഇതും ഒരു FVG ആണ്. നമുക്ക് 1 അവർ ചാർട്ടിലേക്ക് പെട്ടെന്ന് വാച്ച് ചെയ്യാം. FVGയിലാണ് പ്രൈസ് നിൽക്കുന്നത്. സോ നമുക്ക് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. സോ ഇവിടെ നമുക്ക് ഒരു വിക്സ് ടു ദ ഡാമേജ് ബോഡി ടെൽസ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റോട് വർക്ക് ആവുന്നു. നമ്മുടെ ഒരു ബോഡിയും നമ്മുടെ FVGയുടെ മുകളിൽ ക്ലോസ് ആയിട്ടില്ല. സോ കമ്മിങ് ബാക്ക് ടു നമ്മുടെ ചാർട്ട്, ഒരു FVG എന്ന് പറയുന്ന നമ്മളൊരു ലിക്വിഡിറ്റി പോയിന്റിലേക്ക് നമ്മുടെ പ്രൈസ് റീച്ച് ആയി. അത് റീച്ച് ആയ ടൈം നമുക്കൊരു മാക്രോ ഇന്റർവൽ ആണ്. വാട്ട് ഇസ് മാക്രോ? ഞാൻ ഉടനെ വീഡിയോ റിലീസ് ചെയ്യുന്നുണ്ട്. സോ മാക്രോ എന്ന് പറയുന്നത് എല്ലാ മാർക്കറ്റ് ഓപ്പണിംഗ് അവേഴ്സിന്റെയും XX45 to XX15. XX നിങ്ങളുടെ ഒരു അവറിന്റെ എൻഡിങ് ടിൽ ഒരു അവറിന്റെ സ്റ്റാർട്ടിംഗ് ആണ്, ആ ഒരു 30 minutes. സോ ആ ഒരു പക്ക മാക്രോ ടൈമിൽ നമുക്കൊരു റിവേഴ്സൽ സിഗ്നൽ കിട്ടി, ആ റിവേഴ്സലിൽ നമുക്ക് എൻട്രി ചെയ്യാം. അപ്പം ഈ ഒരു റിവേഴ്സൽ ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. മാർക്കറ്റ്സ് റീസെന്റ് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോർമലി
ഈ ഒരു പാറ്റേൺ ഫോം ആയതിനു ശേഷം നമുക്കൊരു ഡ്രോപ്പ് ആണ് നമ്മൾ നോർമലി കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ റീസെന്റ് മാർക്കറ്റിൽ ഞാൻ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണിത്. പാറ്റേൺ ആയിട്ടെന്നല്ല, ഈ ഒരു സിഗ്നേച്ചർ ആണ്. നമുക്ക് ഇവിടുന്ന് ഫോളോ ആവുന്നതിന് പകരം അത് പിന്നെയും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പം ഒരുപാട് പേര് ഈ ഒരു ഹയർ ഹൈയിൽ ലൈക്ക് അവരുടെ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ആവുകയും അവരുടെ റിയൽ മൂവ് സ്റ്റോപ്പ് ലോസ് ആയതിനു ശേഷം നടക്കുന്നു എന്ന് കാണുന്നുണ്ട്. സോ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മൂന്നാമത്തെ ലെഗ് ക്രിയേറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ മാർക്കറ്റിലേക്ക് നമ്മുടെ മൂവ് മിസ്സാവും. കാരണം ഈ മൂവ് ഇവിടെയും നടക്കാവുന്ന ഇത് മൂവ് ആയിരുന്നു. സോ നമുക്ക് ചെയ്യാവുന്ന ഒരു ഒറ്റ ഇതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കുറച്ച് ഹയർ ആക്കി വെച്ച് നമ്മുടെ റിസ്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം റീസെന്റ് മാർക്കറ്റ്സിൽ കണ്ടുവരുന്ന ഒരു സിഗ്നേച്ചർ മൂവ് ആണിത്. സോ നമ്മുടെ സെക്കൻഡ് ട്രേഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് പാൻ ഔട്ട് ആയി. നമ്മുടെ ബേസിക് 2022 ദ ലെജൻഡറി ICT മോഡലാണിത്. സോ 1 മിനിറ്റിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫെയർ വാല്യൂ ക്യാപ്പ് പ്രസന്റ് ചെയ്തു. ആ ഫെയർ വാല്യൂ ക്യാപ്പിൽ ഇവിടാണ് എൻട്രി നടന്നത്. മാർക്കറ്റ് എനിക്ക് അഗെയിൻസ്റ്റ് ഇത്രയും പോയി. ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് എനിക്ക് അത്യാവശ്യം ഒരു മാർജിൻ വെച്ചിട്ടാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത്. സോ മാർക്കറ്റ് എന്നെ ടേക്ക് ഔട്ട് ചെയ്തില്ല. നിങ്ങൾ എല്ലാം നോക്കുവാണെങ്കിലും ഈ ഒരു ഹൈ മാർക്കറ്റ് എടുത്തിട്ടുമില്ല. ഓക്കെ, ആ ഒരു പക്ക ഒരു ഹൈയുടെ ഒരു ടിക്ക് താഴെയാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഗാമ്പിൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതൊരു ബ്യൂട്ടിഫുൾ മൂവ് ആണ്. നമുക്ക് കറക്റ്റ് ടൈമിൽ കറക്റ്റ് റിവേഴ്സിൽ കിട്ടി. സോ ആഫ്റ്റർ എല്ലാവർക്കും ഒരു പാനിക്ക് കൊടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ടാ പോകുന്ന ഒരു ഫേക്ക് റിസൾട്ടും തന്നിട്ട് മാർക്കറ്റ് ക്രാഷ് ആയി. ഈ ഒരു സെയിം ഫേക്ക്നെസ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ എയിം. അപ്പൊ നിങ്ങൾക്ക് എന്റെ സ്റ്റുഡൻസിന് കണ്ട ഒരു കാര്യം മനസ്സിലാവും. ഇതാണ് നമ്മുടെ അക്യുമുലേഷൻ, ഇതാണ് നമ്മുടെ മാനിപ്പുലേഷൻ, ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾക്ക് ഇതൊരു ലൈറ്റ് ബൾബ് മൊമെന്റ് ആണ്. കാരണം എന്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഇതിനെ മാർക്കറ്റ്സ് ഇങ്ങനെ മൂവ് ചെയ്യാറുള്ളൂ. ഈ ഒരു പാറ്റേൺ, ഈ ഒരു സിഗ്നേച്ചേഴ്സ് ഫോളോ ചെയ്യുന്നവർക്കും എന്റെ ചാനൽ വാച്ച് ചെയ്യുന്നവർക്കും ക്ലിയർ ആയിട്ട് അറിയാം ഞാൻ ഇതിനെ എന്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അറിഞ്ഞൂടാത്തൊരു മാർക്കറ്റ് മേക്കർ സീരീസ് വാച്ച് ചെയ്യാം. സോ എക്സാക്ട്ലി ഒരു അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ പാൻ ഔട്ട് ആയിട്ടുണ്ട്. ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ, ഒരു സ്പെസിഫിക് എക്സാക്ട് ടൈം ഓഫ് ഇൻട്രസ്റ്റിലാണ് അത് പാൻ ഔട്ട് ആയത്. ഇതൊരു ബ്യൂട്ടിഫുൾ ബിഗിനർ ട്രേഡ് ആണ്. സോ അതെടുത്തവര് ഇറ്റ്സ് ഗുഡ് ഫോർ ദം. സോ അടുത്തെന്ന് പറയുന്നത് ഇതൊരു ബേസിക് അഡ്വാൻസ് ട്രേഡ് ആണ്. ഇതൊരു ഇന്റർമീഡിയറ്റ് ട്രേഡ് ആണ്. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ റിജക്ഷൻ ബ്ലോക്ക് ആണ്. എന്താണ് റിജക്ഷൻ ബ്ലോക്ക് എന്ന് വെച്ചാൽ, ഈ ഒരു കളക്ഷൻ ഓഫ് വിക്സ് ആണ്. ആ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ പ്രൈസ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യത്തില്ല. ആ ഒരു റിജക്ഷൻ ബ്ലോക്ക് ഒരു PDR ആയിട്ട് കൺസിഡർ ചെയ്ത് ആ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ നമുക്ക് റിജക്റ്റ് ആവും. അപ്പൊ നമ്മുടെ റിയൽ റിജക്ഷൻ ബ്ലോക്ക് നമുക്ക് ഇതാണ്. നമുക്ക് 15 മിനിറ്റ്സിൽ പോയി നോക്കാം. ഇതാണ് നമ്മുടെ റിയൽ റിജക്ഷൻ ബ്ലോക്ക്. പ്രൈസ് അവിടെ വന്നു, നമുക്ക് റിജക്ഷൻ ബ്ലോക്കിൽ വന്നിട്ടാണ് റിജക്റ്റ് ആയി പോയിരിക്കുന്നത്. പിന്നെ ബാക്കി സെയിം ലോജിക്, റിജക്ഷൻ ബ്ലോക്കിന്റെ അടിയിൽ നമുക്ക് റിവേഴ്സൽ നടക്കുന്നു. നമുക്ക് നമ്മുടെ ഒരു സേഫ് എൻട്രിയിൽ നമ്മൾ എൻട്രി ചെയ്യുന്നു. നമ്മുടെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ റിജക്ഷൻ ബ്ലോക്കിന്റെ താഴെ നമുക്ക് റിജക്ഷൻ കിട്ടിയിരിക്കും. നമുക്ക് സെക്കൻഡ് കൺഫർമേഷൻ ആയിട്ട് നമുക്ക് 3 മിനിറ്റിലും നമുക്ക് റിജക്ഷൻ ബ്ലോക്സ് ഉണ്ട്. നമുക്ക് ട്രേഡ് എടുക്കുന്ന 1 മിനിറ്റിലേക്ക് പോയി നോക്കാം. നമുക്ക് എക്സാക്ട് 2022 ബേസിക് ട്രേഡ് എൻട്രി ആണ്. നിങ്ങൾ ആക്ച്വലി എൻട്രി ചെയ്യേണ്ടിയിരുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഈ ഒരു പോയിന്റിലാണ് നിങ്ങൾ എൻട്രി ചെയ്ത്. എക്സാക്ട് 2022 മോഡലാണ്. മിറ്റിഗേഷൻ ബ്ലോക്ക് ഫോം ആയി, പ്രൈസ് തിരിച്ച് നിങ്ങൾക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് എൻട്രി തന്നു. നിങ്ങൾക്ക് എൻട്രി ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിന്റെ 50% എയിം ചെയ്യാം. സോ എന്തുകൊണ്ട് ആ ഒരു റേഞ്ചിന്റെ 50% എന്ന് വെച്ചാൽ, ബിഗിനേഴ്സ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് ഒരു റേഞ്ചിന്റെ 50% ആയിരിക്കും എപ്പോഴും ഒരു ബെസ്റ്റ് ടാർഗറ്റ്. ഇവിടെയും ഞാൻ വെച്ചിരിക്കുന്നത് ഈ ഒരു റേഞ്ചിന്റെ 50% ആണ്. പിന്നെ ഞാൻ ഇത് കുറച്ചുകൂടെ ലൈക്ക് 2 ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രസന്റ് ചെയ്ത് നിങ്ങൾക്ക് രണ്ടാമത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് എയിം ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അത് പ്രൂവ് ചെയ്യാനാണ് ഞാൻ ഇവിടം വരെ ഇത് വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു ലെഗിന്റെ 50% അതാണ് ബിഗിനേഴ്സ് എപ്പോഴും സേഫ്. റിസ്ക് നിങ്ങളുടെ റിസ്ക് ആപ്പറ്റൈറ്റിന്റെ ബേസിൽ മാനേജ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് അതിന്റെ ബേസിലായിരിക്കണം. എപ്പോഴും ആ ഒരു മിറ്റിഗേഷൻ ലെഗിന്റെ താഴെ ആയിരിക്കണം. ആ മിറ്റിഗേഷൻ ലെഗിൽ നിൽക്കാൻ പാടില്ല. മാർക്കറ്റ് വൺസ് ഈ ഒരു ഹയർ മൂവ് തന്നതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റോപ്പ് ട്രെയിൽ ചെയ്ത് മുകളിൽ കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, സോ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്തവർക്ക് ലൈക്ക് 90% ഓഫ് ദ ആൾക്കാരെയും ആദ്യത്തെ 90 സെക്കൻഡ്സിൽ തന്നെ നമുക്ക് അവർ ക്വിറ്റ് ചെയ്തിട്ട് പോകും. സോ ഇതുവരെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഞാനൊരു റിയൽ സോഴ്സ് റിലീസ് ചെയ്യാം. സോ നമുക്ക് ഡ്രോയിങ്സ് എല്ലാം കളഞ്ഞാൽ ഇതൊരു റിയൽ സ്റ്റഫാണ്. ഇത് നമ്മുടെ റിജക്ഷൻ ബ്ലോക്ക്. ആ റിജക്ഷൻ ബ്ലോക്ക് കൺസിഡർ ചെയ്യാൻ പേടിയുള്ളവർക്ക് ഇത് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ്.
സോ റിജക്ഷൻ ബ്ലോക്ക് യൂസ് ചെയ്ത് ഞാൻ പറയുന്നില്ല. സോ ഇത് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. സോ ഇവിടെ നിങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ 3 candle പാറ്റേൺ ഇതിന്റെ ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഇവിടെ വരെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നവർക്ക് അവർ മാത്രം കണ്ടാൽ മതി. സോ 3 candle പാറ്റേണിൽ നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലിക്വിഡിറ്റി സെക്കൻഡ് ക്യാൻഡിൽ എടുത്തു. സെക്കൻഡ് ക്യാൻഡിൽ തന്നെ നമുക്ക് റിവേഴ്സൽ കിട്ടി ഓൺ എ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. എക്സാക്ട്ലി ഒരു ടൈം ഓഫ് ഇൻട്രസ്റ്റിൽ ടൈം നോക്കിയാൽ കാണാം 12:15 നടന്നിരിക്കുന്നത്. കാരണം നമ്മുടെ മാക്രോ എൻഡിങ് ടൈം ആണ്. സോ എക്സാക്ട്ലി ആ ഒരു മാക്രോ ടൈം പീരീഡിൽ നമുക്ക് റിവേഴ്സൽ നടന്നു. ആ ഒരു ഫസ്റ്റ് ക്യാൻഡിലെ ലിക്വിഡിറ്റി നമ്മുടെ സെക്കൻഡ് ക്യാൻഡിൽ എടുത്തു. സെക്കൻഡ് ക്യാൻഡിൽ റിവേഴ്സലും എൻട്രിയും കിട്ടി. തേർഡ് ക്യാൻഡിൽ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യും. ഈ ഒരു 3 candle പാറ്റേൺ വന്നാൽ നമുക്ക് 86% ഓഫ് ദ ടൈം ഉറപ്പാണ് നമ്മുടെ ഫസ്റ്റ് ക്യാൻഡലിന്റെ ഹൈ ഉറപ്പായിട്ടും എടുത്തിരിക്കും. നമുക്ക് 86% ഓഫ് ദ ടൈമും സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് 86% ഓഫ് ദ ടൈമും ഈ ഒരു ഫസ്റ്റ് ക്യാൻഡലിന്റെ ഹൈ മാർക്കറ്റ് എടുത്തിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്തവർക്ക് നമുക്ക് ഇവിടെ നിന്ന് എൻട്രി നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ എക്സിറ്റ് ഇവിടെ വെച്ചിരുന്നാൽ മതി. അത് പാൻ ഔട്ട് ആവാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. 200 പോയിന്റ് ആണ്. നിങ്ങൾ ഒരു കോൺട്രാക്റ്റിനാണ് നിങ്ങൾ ഈ മാർക്കറ്റിൽ എൻട്രി ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് $4,000 ഇന്ന് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ 3 candle പാറ്റേൺ. സോ ഇതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസും ഇതിന്റെ കോർ സിഗ്നേച്ചേഴ്സും പ്രിൻസിപ്പിൾസും ഞാൻ അടുത്ത വീഡിയോസിൽ റിലീസ് ചെയ്യാം. സോ അണ്ടിൽ ദെൻ ട്രേഡ് സേഫ്, ബി സേഫ്, ബൈ.